ഗായ്സ്, അസ്സലാമു അലൈക്കും. വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ. ഇന്ന് നമ്മളൊരു ഉരുളക്കിഴങ്ങ് പരിപ്പറിൻ്റെ റെസിപ്പി ആയിട്ടാണ് വന്നിട്ടുള്ളത്. നമ്മളെ കണ്ണൂരിലും നമ്മളെ ഈ ഒരു ഏരിയയിലെല്ലാം ഉണ്ടാക്കുന്ന ഒരു ടൈപ്പ് പരിപ്പറിയാണ് കേട്ടോ. അപ്പോൾ എല്ലാവരും ഇങ്ങനെ തന്നെ ഉണ്ടാക്കുന്നതെന്ന് അറിയില്ല. അപ്പോൾ നമ്മൾ ഉണ്ടാക്കുന്ന ഒരു രീതി ഒന്ന് കാണിച്ചു തരാമെന്ന് വിചാരിച്ചു. അപ്പോൾ അതിനായിട്ട് ഒരു വലിയ ഉള്ളിയില്ലേ, അതിൻ്റെ ഒരു ഹാഫ് പോർഷൻ മാത്രമേ എടുക്കുന്നുള്ളൂ. അതുപോലെ തന്നെ ഒരു തക്കാളിയും അതുപോലെ തന്നെ ഒരു പച്ചമുളക്, ഒരു ഉരുളക്കിഴങ്ങ് എടുത്തിട്ടുണ്ട്. പിന്നെ മസ്റ്റായിട്ട് വേണ്ടതാണ് നമ്മൾ ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ്. ഇഞ്ചി വെളുത്തുള്ളി ഫുള്ളായിട്ട് രണ്ടും ചേർക്കുന്നില്ലെങ്കിൽ വെളുത്തുള്ളി മാത്രം ഇട്ട് കൊടുത്താലും മതി കേട്ടോ. അപ്പോൾ ഇതിലേക്ക് നമുക്ക് ചുവന്ന പരിപ്പ് ഇതുപോലെ തന്നെ ഉണ്ടാക്കുന്നുണ്ട്. അതുപോലെ തന്നെ മഞ്ഞപ്പരിവും ഈ ഒരു രീതിയിൽ ഉണ്ടാക്കലുണ്ട് കേട്ടോ. അപ്പോൾ ഇപ്പോൾ നമ്മൾ ഈ ഒരു ഓറഞ്ച് പരിപ്പില്ലേ, ചുവന്നതല്ല കേട്ടോ, ഓറഞ്ച് പരിപ്പില്ലേ, അത് 3/4 കപ്പാണ് കേട്ടോ എടുത്തിട്ടുള്ളത്. അപ്പോൾ അതൊന്ന് നല്ലോണം 1 2 3 പ്രാവശ്യം കഴുകി എടുത്തിട്ടുണ്ട് കേട്ടോ. ഇനി ഇതിലേക്ക് നമുക്ക് നേരത്തെ കട്ട് ചെയ്ത് വെച്ച നമ്മൾ ഉള്ളിയും തക്കാളിയും പച്ചമുളക് അതെല്ലാം ഇല്ലേ, ഉരുളക്കിഴങ്ങും അതെല്ലാം ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം കേട്ടോ. നമ്മൾ പരിപ്പറി 2 രീതിയിൽ ഉണ്ടാക്കുന്നുണ്ട് കേട്ടോ. ഈ ഒരു രീതിയിൽ കാണിക്കുന്ന രീതിയിൽ ഉണ്ടാക്കും. അതുപോലെ തന്നെ വെറും മഞ്ഞൾപ്പൊടി മാത്രം ഇട്ടിട്ട് അങ്ങനെ ഉണ്ടാക്കും കേട്ടോ. എങ്ങനെയായാലും പരിപ്പ് കറി നല്ല ടേസ്റ്റിയുള്ള സംഭവം തന്നെയല്ല. ഇനി ഇതിലേക്ക് നമ്മൾ എല്ലാ കട്ട് ചെയ്ത വെജിറ്റബിൾസ് എല്ലാം ഇട്ട് കൊടുത്തതിന് ശേഷം ഇതിലേക്ക് കുറച്ച് ഉപ്പും ആവശ്യത്തിന് നമ്മൾ ഉപ്പ് ചേർത്ത് കൊടുക്കുക. അതുപോലെ തന്നെ മുളക് പൊടി ഒരു 1/2 ടീസ്പൂണോളം മുളക് പൊടി ചേർത്ത് കൊടുത്തിട്ടുണ്ട്. നമ്മളിത് മിക്സ് ആയിട്ടില്ലേ, എപ്പം പറയുന്ന പോലെ തന്നെ മിക്സ് ആയിട്ടില്ലേ മുളക് പൊടിയില്ലേ, മഞ്ഞളും അതുപോലെ തന്നെ മല്ലിപ്പൊടിയും എല്ലാം മിക്സ് ആയിട്ടുള്ളതാണ്. അപ്പോൾ നിങ്ങളത് വേറെ വേറെ പൊടിക്കലെങ്കിൽ എല്ലാം ഒരു കുറച്ചായിട്ട് ഇട്ട് കൊടുക്കുക കേട്ടോ. അപ്പോൾ ഇനി ആവശ്യത്തിന് വെള്ളം ഒഴിച്ചിട്ട് നമുക്കിതൊന്ന് ഏകദേശം ഒരു 2 വിസിൽ അടുപ്പിച്ചാൽ മതി കേട്ടോ. ഏകദേശം ഒരു മീഡിയം ഫ്ലെയിമിൽ വെച്ചിട്ട് 2 വിസിൽ അടുപ്പിക്കുക കേട്ടോ. ശരിക്കും നമ്മൾ ഈ പരിപ്പിന് 1 വിസിൽ മതിയാവും. പക്ഷേ നമ്മളിതിൽ ഉരുളക്കിഴങ്ങും കൂടി ഇട്ടുകൊണ്ട് നമുക്ക് 2 വിസിൽ മീഡിയം ഫ്ലെയിമിൽ അടുപ്പിച്ചെടുക്കാം. എന്നാലേ ഉരുളക്കിഴങ്ങ് വെന്ത് കിട്ടും. അതുപോലെ തന്നെ ഞാൻ ഉരുളക്കിഴങ്ങ് ചെറിയ പീസായിട്ടായിരുന്നു കട്ട് ചെയ്തിട്ടുള്ളത്, പെട്ടെന്ന് വേവാൻ വേണ്ടിയിട്ട്. 1 വിസിലടിച്ചാൽ ഉരുളക്കിഴങ്ങ് അത്ര വെന്തിട്ട് കിട്ടൂല. ഞാൻ ഒരു ടൈം അങ്ങനെ ഉണ്ടാക്കിയും നമുക്ക് ഉരുളക്കിഴങ്ങ് വേവാത്ത പോലെ തോന്നിയിട്ടാണ്. അപ്പോൾ നമുക്ക് 2 വിസിൽ അടുപ്പിച്ചെടുത്തതിന് ശേഷം അതിൻ്റെ വിസിലും ആവിയെല്ലാം പോയതിന് ശേഷം നമുക്ക് എന്ത് ചെയ്യുക, കുക്കർ തുറന്ന് നോക്കാം. തുറന്നിട്ട് അതിൻ്റെ വെള്ളമെല്ലാം നല്ലോണം വെറ്റിപ്പോയിട്ടുണ്ട്. അപ്പോൾ പരിപ്പിൻ്റെ വെള്ളം കുടിക്കുന്നതല്ല, അപ്പം വെള്ളമെല്ലാം നല്ലോണം വെറ്റിപ്പോയിട്ടുണ്ട്. അപ്പോൾ ഞാൻ കുറച്ചും കൂടി ചൂടുവെള്ളം ഒഴിച്ചിട്ടുണ്ട്. ഇനി നമുക്കിത് കാച്ചേണ്ട പരിപാടിയല്ലോ കേട്ടോ. നമ്മളെ പരിപ്പറി ഇത്രയും വളരെ സിമ്പിളായിട്ട് എളുപ്പത്തിൽ പക്ഷെ നല്ല ടേസ്റ്റി ആയിട്ടുള്ള ഒരു പരിപ്പറി തന്നെയല്ല. നിങ്ങൾക്ക് എല്ലാവരും ഉണ്ടാക്കുന്ന തന്നെ ഇരിക്കും. ഇനി നമുക്കിതൊന്ന് കാച്ചിയെടുക്കാം കേട്ടോ. അപ്പോൾ അതിനായിട്ടൊരു പാത്രം വെച്ചിട്ടുണ്ട്. അതിലേക്ക് വെളിച്ചെണ്ണ ഒഴിക്കുന്നുണ്ട്. വെളിച്ചെണ്ണ തന്നെ ഒഴിക്കണം കേട്ടോ. ആ പരിപ്പെല്ലാം കാച്ചുമ്പോൾ നമുക്ക് ലാസ്റ്റ് കാച്ചിയെടുക്കുകയും ചെയ്യാം. ആദ്യം തന്നെ കാച്ചിട്ട് കുക്കറിൽ, അതായത് ആദ്യം കുക്കറിൽ ഇതുപോലെ കാച്ചിട്ട് പിന്നെ വെജിറ്റബിൾസ് എല്ലാം ഇട്ടിട്ട് പിന്നെ പരിപ്പിട്ടിട്ട് അങ്ങനെയും കറി വെക്കലുണ്ട് കേട്ടോ. അപ്പോൾ ഫസ്റ്റ് കാച്ചുന്നതിന് നല്ലത് ലാസ്റ്റ് കാച്ചുമ്പോൾ അതിൻ്റെ മണവും നല്ല ടേസ്റ്റിലും ഉണ്ടാവല്. ഈ വെളിച്ചെണ്ണ ചൂടായാലും ഇതിലേക്ക് കടുക് ഒന്ന് പൊട്ടിച്ചെടുക്കാം കേട്ടോ. പിന്നെ കറിവേപ്പിലും കശ്മീരി ഉണക്കമുളകില്ലേ അതുണ്ടെങ്കിൽ അതും കൂടി ചേർത്ത് കൊടുക്കാം കേട്ടോ. ഈ ഒരു ടൈം വെളുത്തുള്ളിൻ്റെ ആ ഒരു ലാസ്റ്റത്തെ ഒരു ഫ്ലേവർ ഇഷ്ടമുണ്ടെങ്കിൽ വെളുത്തുള്ളി ഒന്ന് കട്ട് ചെയ്തിട്ട് ഇട്ട് കൊടുക്കാം കേട്ടോ. അപ്പോൾ ഞാനിപ്പം അങ്ങനെ എക്സ്ട്രാ വെളുത്തുള്ളി വീണ്ടും ഇട്ട് കൊടുക്കുന്നൊന്നുമില്ല. പിന്നെ ജസ്റ്റ് അങ്ങ് കളർ കുറച്ച് കുറവായതുകൊണ്ട് മാത്രം ഞാൻ കുറച്ചൊരു മുളക് പൊടി മാത്രം കളറിന് വേണ്ടിയിട്ട്, വീഡിയോയിൽ കാണാൻ വേണ്ടിയിട്ട് കളറിന് വേണ്ടിയിട്ട് മാത്രം ചേർത്ത് കൊടുക്കുന്നു കേട്ടോ. അതിൻ്റെ ആവശ്യമില്ല, നിങ്ങൾക്ക് സ്കിപ്പ് ചെയ്യാം. അപ്പോൾ ഇനി ലാസ്റ്റായിട്ട് നമുക്ക് ഇതിലേക്ക് ഗരം മസാലയില്ല, നമ്മൾ ബിരിയാണി മസാല എല്ലാം പറയുന്നത് ആ ഒരു ഗരം മസാലയും കൂടി ചേർത്ത് കൊടുക്കാം കേട്ടോ. അപ്പോൾ നല്ല ടേസ്റ്റ് ആയിരിക്കും കറിക്ക്, നല്ലൊരു മസാലക്കറീൻ്റെ ആ ഒരു ടേസ്റ്റ് തന്നെയായിരിക്കും. നിങ്ങൾ അങ്ങനെ ചേർത്ത് കൊടുക്കലില്ല ഇല്ലെങ്കിൽ എന്തായാലും ഒന്ന് ട്രൈ ചെയ്ത് നോക്കാം. പിന്നെ അവസാനമായിട്ട് നമുക്ക് മല്ലിച്ചപ്പും എല്ലാം ചേർത്ത് കൊടുത്താൽ നമ്മളെ കറി ഇവിടെ റെഡി ആയിട്ടുണ്ട്. നമ്മളെ ഈസി ആയിട്ടുള്ള പരിപ്പറി എന്നിട്ട് എന്തായാലും നിങ്ങൾ ട്രൈ ചെയ്ത് നോക്കുക. ചിലപ്പോൾ നിങ്ങൾ ഇങ്ങനെ തന്നെ ആയിരിക്കും ഉണ്ടാക്കൽ, എന്നാലും ഞാൻ ജസ്റ്റ് വീഡിയോയിൽ നമ്മളെ രീതി ഒന്ന് കാണിച്ചു തന്നില്ല. അപ്പോൾ നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടമായാൽ എന്തായാലും ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യാണ്ട് കാണുന്നവരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തിട്ട് സപ്പോർട്ട് ചെയ്യുക. അപ്പോൾ വീണ്ടും മറ്റൊരു വീഡിയോ വ്ളോഗോ അല്ലെങ്കിൽ റെസിപ്പീസ് എല്ലായിട്ട് വരുന്നത് വരെ ഓക്കെ, ടേക്ക് കെയർ, ബൈ.